friends, welcome back to my channel. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ചക്ക വരട്ടുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ചക്ക എടുത്തിട്ടുണ്ട്. ചക്ക ചുള പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കുരുവൊക്കെ എടുക്കണം. ഇതിൻ്റെ മുകളിലുള്ള ഇതൊക്കെ മാറ്റിയതിന് ശേഷം ഇതിനകത്തെ കുരു, പാട ഇതൊക്കെ നമ്മൾ മാറ്റണം. ഈ പാടയൊക്കെ മാറ്റിയിട്ട് ഇതെല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് എടുക്കണം. അതിനുശേഷം കുക്കറിലിട്ട് ഒരു 2-3 വിസിലടിച്ചതിന് ശേഷം നന്നായിട്ട് വേവിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ചക്കയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കുരും പാടയൊക്കെ നല്ല മാറ്റിക്കളയണം, എല്ലാതും വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചക്ക ക്ലീൻ ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ഈ ചക്ക നമ്മളിവിടെ കുരുവൊക്കെ കളഞ്ഞ് പാടയും എല്ലാതും കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിലോ മറ്റോ ഇട്ട് നന്നായി വേവിച്ചെടുക്കണം. ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിത് വരട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിത് കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ചക്ക ഇവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3-4 വിസിൽ വരുന്ന വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ കയ്യിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി നമുക്കിത് ഉരുളിയിലേക്ക് മാറ്റാം. നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് ഞാനിവിടെ ശർക്കര കുറച്ച് ചേർക്കുന്നുള്ളൂ. ഒരു 1/2 കിലോ ശർക്കര ചേർത്താൽ മതിയാവും. മധുരം കുറവാണെങ്കിൽ കുറച്ചധികം ശർക്കര ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതിന് ഉരുളിയിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് ഒന്ന് വരട്ടിയെടുക്കാം. ഇത് വിറകടുപ്പിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇതൊന്ന് വരണ്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ വിറകടുപ്പിലാവുമ്പോൾ നമുക്ക് കനലൊക്കെ ഉണ്ടാവും. അപ്പോൾ അധികം നേരം തീയൊന്നും കത്തിച്ച് വെക്കാതെ തന്നെ ആ കനലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമുക്കിനിത് നന്നായി ഉടച്ചതിന് ശേഷം ഉരുളിയിലേക്ക് മാറ്റി വരട്ടിയെടുക്കാം. ഉരുളിയില്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുത്താലും മതി. നമ്മളിവിടെ ഒരു ഉരുളി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വേവിച്ചെടുത്ത ചക്ക നമുക്ക് കുക്കറിൽ നിന്നും ഈ ഉരുളിയിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ചട്ടുകം വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുക്കറിലിട്ട് വേവിച്ചത് കൊണ്ട് അധികം തരിയൊന്നുമില്ല. എന്നാലും നന്നായിട്ട് ബാക്കി കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിനുശേഷം ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് വെള്ളം വറ്റി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റി വന്നതിന് ശേഷം തീയൊന്ന് കുറച്ച് ഒന്ന് മൂടിയിട്ടാൽ, കനലിലൊന്ന് മൂടിയിട്ടാൽ തന്നെ വരണ്ട് ശരിയായിട്ട് വരും. ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് നെയ്യും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കിലോ ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരം കുറവുള്ള ചക്കയാണെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ ചക്ക നന്നായി വെന്ത് ഉടഞ്ഞതിന് ശേഷം മാത്രമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ചക്ക കല്ലിച്ചു പോവും, പിന്നെ വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. ഇനി ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം ചക്ക നന്നായിട്ട് ശർക്കര പാനിയിൽ വരട്ടി യോജിപ്പിച്ചെടുക്കണം. ശർക്കര പാനിയൊക്കെ നന്നായിട്ട് വറ്റി വരണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇത് വറ്റി വരുമ്പോൾ കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ശർക്കര ഒന്ന് വറ്റി വരുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ചക്ക വെള്ളമൊക്കെ നന്നായി വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. കനലിൽ കിടന്ന് അങ്ങനെ വറ്റി പാകമായിക്കോളും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയമെടുക്കും ഇതൊന്ന് പാകമായിട്ട് കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമല്ല ഇത്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ചക്ക സുലഭമായി കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ കാലം കേടൊന്നും കൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനോ പായസം ഉണ്ടാക്കാനോ അതുപോലെ അട ഉണ്ടാക്കാനോ ഒക്കെ ഇത് എടുക്കാവുന്നതാണ്. വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാകൊത്തോ അണ്ടിപ്പരിപ്പോ വറുത്ത് ഇടാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കിത് നന്നായി ഇളക്കി വരട്ടി വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും വറുത്ത് ചേർത്തിട്ടുണ്ട്, നെയ്യിൽ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഇളക്കിയതിന് ശേഷം ഇങ്ങനെ വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കി അടച്ച് വെക്കാം. ഇതിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നല്ല കാൻഡി പോലെ ഇരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡിയായി. അപ്പോൾ ചക്ക കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.